ഹരേ കൃഷ്ണ. സോ വെൽക്കം ബാക്ക് ടു ശ്രീമദ് ഭാഗവതം ക്ലാസ്. അപ്പം നമ്മൾ ഭാഗവതത്തിൻ്റെ ഫസ്റ്റ് കാൻറ്റോ 7th ചാപ്റ്റർ എന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ 7th ചാപ്റ്റർ വളരെ സംഭവ ബഹുലമായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അതിന് തോന്നിയില്ലായിരുന്നു ആദ്യത്തെ റീഡിങ്ങിൽ. ബട്ട് നമ്മളത് വളരെ സ്ക്രൂട്ടനൈസിംഗ്ലി സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. പലപ്പോഴും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയത് നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ പഠിപ്പിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ വ്യാസദേവന്റെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അർജുനൻ കൺഫ്യൂസ്ഡ് ഇതായി. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു സമ്മറി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. അപ്പോൾ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ്, നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് അശ്വത്ഥാമ had already lost his bodily luster due to infanticide, and now, moreover, having lost the jewel from his head, he lost even more strength, and thus he was unbound and driven out of the camp. അപ്പോൾ അത് അശ്വത്ഥാമാവിന് ലാസ്റ്റ് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്തത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അർജുനന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം ഈവൻ ഭഗവാൻ കൃഷ്ണനും അർജുനനോട് ആദ്യം പറഞ്ഞത് അശ്വത്ഥാമനെ വധിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം നമ്മൾ അതേപടി പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിൽ ന്യായധർമ്മങ്ങളൊക്കെ വന്നു. അവസാനം ഭഗവാനും അതിനോട് യോജിച്ചു. അപ്പോൾ അർജുനൻ കൺഫ്യൂസ്ഡായി. അത് ഭഗവാന്റെ ഒരു ലീലയാണ്. ആക്ച്വലി ഭഗവത്ഗീത തുടങ്ങുന്ന സമയത്ത് അർജുനൻ കൺഫ്യൂസ് ചെയ്യിച്ച പോലെ തന്നെയാണ് ഇതും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനന്റെ ഗ്ലോറി, അർജുനൻ എങ്ങനെയാണ് ഒരു ഗ്രേറ്റ് ഡിസിഷൻ, അതായത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല ഡിസിഷൻസ്, റൈറ്റ് ഡിസിഷൻ എടുക്കണം, ചിലപ്പോൾ അത് റോങ് ആയി പോവാം. അപ്പൊ എങ്ങനെയാണ് റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നത്. റൈറ്റ് ഡിസിഷൻ എടുക്കാൻ എപ്പോഴും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്, ഭഗവാനോട് പറയുക. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഭഗവാൻ ഗൈഡ് ചെയ്യുന്നത്. നമുക്കെല്ലാം വളരെയധികം വിശ്വാസമുള്ളതാണ്, ഭഗവാൻ ഗൈഡ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളുടെ കഴിവ് കൊണ്ടല്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ട്. ഈവൻ കൃഷ്ണ കൗൺസിൽ വന്നത് തന്നെ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ്? ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ബട്ട് നമ്മൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഇത് ഭഗവാന്റെ ഡിസിഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് വലിയ ഒരു വഴിത്തിരിവാകുന്നത് ഈ ചാപ്റ്റർ. അപ്പോ ഭഗവാൻ കൃഷ്ണന്റെ ഐഡിയ കൊണ്ടാണ് അർജുനന് ഇത് പുറത്തു കടക്കാൻ സാധിച്ചു, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ പറയുന്നത് നമ്മൾ അശ്വത്ഥാമാവിന്റെ ആ ലസ്റ്റർ, ആ പ്രഭ മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളുടെ പ്രഭ, നമ്മളുടെ ചുറ്റും ആക്ച്വലി എല്ലാവരുടെയും ചുറ്റും ആക്ച്വലി ഒരു പ്രഭാവലയം ഉണ്ട്, എല്ലാവരുടെയും ചുറ്റിലും ഉണ്ട്. ആക്ച്വലി നമുക്കത് ചിലപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനെ ഓറ എന്ന് പറയും. നമ്മളുടെ സാധന ലെവലുകൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ നമ്മളുടെ ചുറ്റും പ്രസരിക്കും. നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് ആക്ച്വലി. അപ്പോൾ ആ പ്രഭാവലയം അത് നമ്മളുടെ ഡിവോഷണൽ സർവീസ് അനുസരിച്ച് അതിന്റെ റേഡിയസ് കൂടിക്കൂടി വരും. അപ്പോൾ ഒരാളെ കണ്ട മാത്രയിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അയാളുടെ ആ നന്മയും ആ പോസിറ്റീവ് എനർജിയും നമുക്ക് നമ്മളിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, ഏതൊരു വൈഷ്ണവ് വരുമ്പോഴും നമ്മൾ വൈഷ്ണവ് വിസിറ്റിൽ പോയിട്ട് അവരുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആചാര്യന്മാരും, മിക്കവാറും സന്യാസിമാരൊക്കെ, പിന്നെ മറ്റുള്ള ആചാര്യന്മാർ, ബ്രഹ്മചാരികളൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തപസ്സാണ്, ഇല്ലേ? ഭൗതിക ജീവിതത്തില് അവര് പല കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്തിനാണ് അവർ ത്യജിക്കുന്നത്? സെൻസ് എൻജോയ്മെന്റിനല്ല, ഓൺലി ഫോർ
സാറ്റിസ്ഫൈങ് ദ സുപ്രീം ലോർഡ്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സന്യാസം എടുക്കുക, ബ്രഹ്മചര്യം പാലിക്കുക. അങ്ങനെ ലൈഫില് ത്യാഗങ്ങൾ കൊണ്ടാണ് അവര് ആനന്ദിക്കുന്നത്. അപ്പൊ അങ്ങനെ ത്യാഗം ചെയ്യുന്ന, ഭഗവാന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും അർപ്പിച്ചിട്ടുള്ള ആളുകള്, കാരണം സന്യാസികള്, ബ്രഹ്മചാരികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലി അല്ലെ, നമ്മൾക്ക് ഫാമിലി വിട്ടിട്ടൊരു കളിയില്ല. ആ ഫാമിലിയെ ത്യജിച്ചിട്ടാണ്, ത്യജിച്ചത് മീൻസ് അവരോടുള്ള ഒരു ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ആണ് അവര് ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത്രയും പവർ ഉണ്ടായിരിക്കും. അവരുടെ ഓറ അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും. ജസ്റ്റ് അവരുടെ അടുത്ത് പോയി അവരെ കണ്ടാൽ മതി, നമുക്ക് അതിന്റെ ആ ഒരു പോസിറ്റീവ് വശം നമുക്ക് കൈവശമാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ പറയുന്നത്. നമ്മള് സാധുസംഘ, ചൈതന്യ ചരിതാമൃതത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സാധുസംഘ സാധുസംഘ സർവശാസ്ത്രേ കയ, ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹയ എന്നാണ് പറയുന്നത്. The verdict of all revealed scriptures is that, എന്താണ് സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്, ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? That by even a moment's association with a pure devotee, ലവമാത്ര സാധുസംഘ എന്ന് പറയുന്നത്, ലവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/12 of a second ആണ് ലവ. അപ്പൊ ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹയ എന്നാണ് പറയുന്നത്. അതായത് ഈവൻ എ മൊമെന്റ്സ് അസോസിയേഷൻ വിത്ത് എ പ്യുവർ ഡിവോട്ടി വൺ ക്യാൻ അറ്റൈൻ ഓൾ സക്സസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാധുസംഘ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധുസംഘത്തില് വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ഒരാഴ്ച ചാർജ്ഡ് ആയിട്ടിരിക്കുന്നത്, ഇല്ലേ? ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ പോകുന്നു, കൃഷ്ണനോടുള്ള താല്പര്യം എങ്ങനെ പോകുന്നു, ഭഗവാന്റെ ചിന്തകൾ എങ്ങനെ പോകുന്നു നമുക്കറിയാം. സോ അതാണ് ഈ സാധുസംഘയുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വന്നിരിക്കുക, കേൾക്കുക, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വന്നിരുന്ന് കേൾക്കുക, അത് മാത്രം മതി. സോ അതിന്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. അതാണ് സാധുസംഘയുടെ. അപ്പൊ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൈമാറി വരും. ആക്ച്വലി ചില പ്രഭുപാദര് ആക്ച്വലി അമേരിക്കയിൽ പോയി, അദ്ദേഹം ഒരു വയസ്സനായിട്ടൊരാളാണ്. അമേരിക്കക്കാർക്കൊന്നും ഇങ്ങനെ ഒരു സന്യാസിയെ യാതൊരു പരിചയവുമില്ല, അദ്ദേഹത്തിന്റെ രീതികളോട് യാതൊരു താല്പര്യവുമില്ല. ഈവൻ അദ്ദേഹത്തിന്റെ രീതികൾ അവർക്ക് തീരെ അതിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അമേരിക്കൻ യുവാക്കളുടെ ഇടയിലേക്കാണ് ചില പ്രഭുപാദർ എത്തിച്ചേർന്നത്. അപ്പോ ആലോചിച്ച് നോക്കണം, യാതൊരുവിധ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല അവിടുത്തെ യുവാക്കളെ. എന്തുകൊണ്ടാണ് അവർ അട്രാക്റ്റഡ് ആയത്? അദ്ദേഹത്തിന്റെ ഈ പ്രഭാവലയമാണ്, ഈ പോസിറ്റീവ് എനർജിയാണ്, ഈ കമ്പാഷൻ, ലവ്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടുള്ള സ്നേഹമാണ്, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നത്, നല്ല ക്വാളിറ്റീസ് ആണ്. അങ്ങനെ ആ ക്വാളിറ്റീസിലാണ് ഈ അമേരിക്കൻ ജനത അട്രാക്റ്റഡ് ആയത്. അല്ലെങ്കിൽ വേറൊരു ചാൻസ് ഇല്ല. ഓഫ് കോഴ്സ് അത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു, ഭഗവാന്റെ കാരുണ്യമാണ് അവർക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ അവർ അട്രാക്റ്റഡ് ആയത് അദ്ദേഹത്തിന്റെ ആ പ്രഭാവലയത്തിലാണ്, ആ സാധുസംഘയിൽ മാത്രമാണ് അവർ അട്രാക്റ്റഡ് ആയത്. അങ്ങനെയാണ് ആ പ്രഭാവലയം അവരിലേക്ക് വ്യാപിച്ചത്. അപ്പൊ നമ്മള് ഒരു ഭക്തനുമായിട്ട് നമ്മൾ സത്സംഗത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രഭാവലയം നമ്മളിലേക്ക് വരും. ജസ്റ്റ് പ്രഭുപാദർ പറയുന്നത് പോലെ ഒരു അയൺ റോഡ് ആൻഡ് ഫയർ. അപ്പൊ അങ്ങനെ ഫയറിൽ വെച്ച് കഴിയുമ്പോൾ അയൺ റോഡ് ഫയറായി മാറും. അങ്ങനെ സ്പിരിച്വലൈസ് ആവാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഭൗതികമായ ചിന്തകളും ഈ ഭൗതികമായ ശരീരവും സ്പിരിച്വലൈസ് ചെയ്ത് നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത്? അപ്പൊ നമ്മൾ ക്വാളിഫൈഡ് ആവണം തന്നെ നമ്മളുടെ ശിക്ഷാ ഗുരുക്കന്മാരും ആചാര്യന്മാരും ഗുരു മഹാരാജൊക്കെ പറയുന്ന വാക്കുകളും അവരുടെ വാക്കുകള് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ക്വാളിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ ഗുരു മഹാരാജിന്റെ ഒരു പാസ്റ്റ് ടൈം ഞാൻ കേട്ടത്, അദ്ദേഹം ഡൽഹിയിലെ ലിവർ ഹോസ്പിറ്റൽ, അദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ വരുന്ന എല്ലാ നഴ്സുമാരോടും വളരെ കാരുണ്യപൂർവ്വം സംസാരിക്കും. എല്ലാവരും വളരെ അട്രാക്റ്റഡ് ആയിരുന്നു. പല നഴ്സുമാരും ക്രിസ്ത്യൻസ് ആണ്, നമുക്കറിയാലോ, മിക്കവാറും അങ്ങനത്തെ ഒരു പ്രൊഫഷനിലാണ് അവർ വരുന്നത്. അവര് പെട്ടെന്ന് അട്രാക്ട് ആയി. പല ആളുകളും ചാൻഡ് ചെയ്യാൻ തുടങ്ങി. ഗുരു മഹാരാജ് കൽക്കട്ടയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പലരും ചാൻഡ് ചെയ്യാൻ തുടങ്ങി. പലർക്കും അദ്ദേഹം
ക്ലിക്കർ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ അതാണ് ആ ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ എല്ലാവരും അട്രാക്റ്റഡ് ആവും. അപ്പൊ ഇവിടെ പറയുന്നത് അശ്വത്ഥമ ഒരു ബ്രാഹ്മണരായിരുന്നു, അദ്ദേഹത്തിന് ആ ഒരു പ്രഭാവലയം ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ അദ്ദേഹത്തിന്റെ ഹീനമായിട്ടുള്ള ഈ ആക്ടിവിറ്റി കൊണ്ട് ഓൾറെഡി ആ പ്രഭാവലയം നഷ്ടപ്പെട്ടു. കാരണം ശിശുഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭ ഓൾറെഡി പോയി. പിന്നെ അദ്ദേഹത്തിന് ആകെയുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ തലയിലുണ്ടായിരുന്ന ആ രത്നമായിരുന്നു. അപ്പൊ അതും കൂടി നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് പ്രഭയും പോയി എന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മളുടെയൊക്കെ ഫാമിലി, എല്ലാ ഫാമിലിക്കും ആക്ച്വലി അവരുടേതായ ഗുണങ്ങളുണ്ട്, ഫാമിലിയുടെ ഒരു പേരുണ്ട് ഇല്ലേ? ഫാമിലി ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ മാരേജ് പ്രപ്പോസലൊക്കെ നോക്കുമ്പോൾ ഫാമിലി ഏത് ഫാമിലിയാണെന്ന് നോക്കാറുണ്ട്. കാരണം അവർക്ക് അവരുടേതായ ഒരു നെയിം കാണും. അപ്പൊ ആരുടെയെങ്കിലും ആ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ഹീനമായ പ്രവൃത്തി ആ ഫാമിലിയുടെ ആ പ്രഭയെ നശിപ്പിക്കാം അല്ലേ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ നർച്ചർ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ എല്ലാ കൾച്ചറോടും കൂടി വളർത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം ചെയ്യുന്ന പ്രവൃത്തികൾ ആ ഫാമിലിയുടെ മൊത്തം പ്രഭയെ നശിപ്പിക്കാം. നമ്മൾ ഇന്ന് കാണുന്നുണ്ട് പല വലിയ വലിയ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പലരുടെയും പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാരൊക്കെ പല ഹീനമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ദുഷ്പേര് സമ്പാദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും, അപ്പൊ അതുകൊണ്ട് ഇതൊരു വാർണിംഗ് ആണ് ആക്ച്വലി. നമ്മളുടെ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഇതാണ്, നമ്മളുടെ കുട്ടികള്, റിലേറ്റീവ്സ്, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അപ്പൊ ആ സംസ്കാരത്തില്, വൈദിക സംസ്കാരത്തില്, കൃഷ്ണാവബോധത്തിൽ വളരണം. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഗ്ലോറി വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരും തന്നെ, എല്ലാ ആചാര്യന്മാരും, എല്ലാ ബ്രഹ്മചാരികളും, എല്ലാ ഭഗവാന്റെ ഭക്തന്മാരും ഒക്കെ ഗ്ലോറീസ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ പ്രഭാവലയം എപ്പോഴും കൂടിയിട്ടേ ഉള്ളൂ, അവരുടെ പ്രശസ്തി എപ്പോഴും വർദ്ധിക്കുകയുള്ളൂ. കാരണം അവര് ഭഗവാന്റെ സേവനം മാത്രമാണ് അവർ ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഗൃഹസ്ഥർ നോക്കിയാൽ തന്നെയും ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉയർത്തപ്പെടും, ഭഗവാന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്താണ്, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഇല്ലാത്ത ആളുകളുടെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അവരുടെ ഫാമിലിയിൽ വളരെയധികം ധനമുണ്ടാവാം, അവർ നല്ല പൊസിഷനിലാവാം, ഒരുപാട് ബന്ധുബലത്തിൽ ഒക്കെ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരുടെ ഒരു ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഗ്ലോറി ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈവൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ ഒരു തേഴ്സ്ഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭൗതികമായിട്ടുള്ള എൻജോയ്മെന്റ്സിലായിരിക്കും മിക്കവാറും. ഒന്നില്ലെങ്കിൽ പാർട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോയിട്ട് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ പരിപാടികൾ, പാർട്ടികളൊക്കെ ഉണ്ടാവും. അവര് വളരെ കൂട്ടുകാരെ കൂടിയിട്ട് എൻജോയ് ചെയ്യും. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടുകൂടിയിട്ട് അവരൊരുമിച്ച് ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മദ്യപിക്കുക. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇപ്പൊ നമുക്ക് സൺഡേ സാറ്റർഡേ നൈറ്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ പാർട്ടി നടക്കുന്നത്, ഒന്നില്ലെങ്കിൽ ബന്ദിന്റെ തലേദിവസം, ബന്ദ് ദിവസം, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ബന്ദ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അന്ന് തലേദിവസം തന്നെ കോഴീനൊക്കെ പിടിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ബന്ദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞു ഇല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്ന. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാം കൂടി നിന്ന് ഒന്നില്ലെങ്കിൽ ചീട്ട് കളിക്കും, അല്ലെങ്കിൽ മദ്യപിക്കും, അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ കഴിക്കും, പുകവലിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ സ്ത്രീകൾ എന്താണ്? സ്ത്രീകൾ അടുക്കള കിടന്ന് ഇത് ഇവർക്കുള്ള ഫെസിലിറ്റീസ്, ടച്ചിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവരും ചെയ്യും. എന്ത് ചെയ്യും? അപ്പോ കുട്ടികൾ എന്താ ചെയ്യുക? കുട്ടികൾ ഇതൊക്കെ കാണും, ഒബ്സർവ് ചെയ്യാണ് അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യണേന്ന്. അപ്പൊ അവര് കാണുന്നത് ഇതൊക്കെയാണ്. അമ്മമാരൊക്കെ പല മൃഗങ്ങളെയും പിടിച്ച് കൊന്ന് അവിടെ റെഡിയാക്കി വെക്കുന്നു. എന്തിനാണ്? ഇവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൊല്ലുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ദയ എന്ന് പറയുന്ന
ആ ഒരു ധർമ്മത്തിന്റെ തൂണ്, പില്ലർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദയ ഇല്ലാതെയാണ്. ഒരു ജീവിയെ കൊന്ന് നമ്മൾ ഭക്ഷിക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ നേരത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഭക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലുള്ള ദയ നഷ്ടപ്പെടും. അപ്പൊ ആ ഭക്ഷണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരിലും ആ ദയ, കമ്പാഷൻ ഇല്ലാതെയാവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ധർമ്മത്തിന്റെ 4 പില്ലറാണുള്ളത്: സത്യം, ശൗചം, ദയ, തപസ്. ഇതാണ് 4 പില്ലേഴ്സ്. അപ്പൊ ഈ ദയ എന്ന് പറയുന്ന പില്ലർ ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടുകയാണ് നമ്മൾ ഈ മീറ്റ് ചെയ്യുമ്പോൾ. കുട്ടികൾക്ക് നമ്മളത് കൊടുക്കും, അവരതാണ് വളരുന്നത്. എന്നിട്ട് നമ്മൾ എന്താ കുട്ടികളോട് പറയുന്നത്? നിങ്ങൾ ഭാവി, നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നമ്മുടെ കുട്ടികള് ഒരിക്കലും മദ്യപിക്കരുത്, ഒരിക്കലും പുകവലിക്കരുത്, ഇതുപോലെ ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരത് കണ്ടിട്ടാണ് കൂടെ നമ്മൾ ഈ ദയ ഇല്ലാതാക്കുകയും ചെയ്യും. ഭാവിയിൽ തീർച്ചയായിട്ടും അവരിത് ഫോളോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ ഭാഗ്യം കൊണ്ട് നമുക്ക് കുറച്ച് ഇതിൽ നിന്നൊക്കെ മാറാൻ സാധിച്ചു. അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്താണ്, നമ്മുടെ കുട്ടികളും നമ്മളെ പോലെ തന്നെ നമ്മൾ കണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ വളരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തേഴ്സ്ഡേ ലേറ്റ് നൈറ്റ് പാർട്ടീസും നമുക്കില്ല. പണ്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തേഴ്സ്ഡേ ഫ്രൈഡേ നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നത്? തേഴ്സ്ഡേ ലേറ്റ് നൈറ്റ്, ഫ്രൈഡേ ഏർലി മോർണിംഗ് 2 മണിക്കോ 3 മണിക്കോ നമ്മൾ ഉറങ്ങും, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് എണീക്കുന്നത് ചിലപ്പോൾ 12 മണിക്കായിരിക്കും. അതിനുശേഷം നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് ഏതെങ്കിലും ഒരു സംഭവം കഴിക്കും. അങ്ങനെയാണ് നമ്മൾ. ഇപ്പൊ അത് മാറി. നമ്മൾ ഈവൻ ഫ്രൈഡേ ആയാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കണം, തേഴ്സ്ഡേ ആണെങ്കിലും നൈറ്റും നേരത്തെ തന്നെ കിടക്കണം. അപ്പൊ അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ നമുക്ക് വരാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ സാധുസംഘ ലഭമാത്ര സാധുസംഘം കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കൾച്ചർ, നമ്മുടെ പ്രഭാവലയം വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് ആ ഒരു പലരും നമ്മൾ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. വയസ്സായി കഴിയുമ്പോൾ അച്ഛനമ്മമാര് കംപ്ലൈന്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും നമ്മളോട് സ്നേഹമില്ല, അവര് നമ്മളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നും പരാതി പറയും. എന്തുകൊണ്ടാണ്? കാരണം ഇതാണ് നമ്മൾ വളർത്തിയത്. അങ്ങനെയാണ്. നമ്മൾ ദയയില്ലാതെയാണ് വളർത്തിയത്. ഒരാൾക്ക് ഒരു അസുഖം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കൊരു വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഇപ്പൊ പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരാൾക്കൊരു അസുഖമാണെന്നോ അല്ലെങ്കിൽ ഒരു വേദന, ഒരു ട്രബിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും വലിയ ഇതില്ല, അത് അയാളുടെ പ്രശ്നം എന്ന നിലയിലാണ് വിടുന്നത്. ഒരാൾക്കൊരു അസുഖം വന്ന അല്ലെങ്കിൽ ഒരാൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ ക്ഷേമം അന്വേഷിക്കണം. അതാണ് ആക്ച്വലി നല്ല കൾച്ചർ എന്ന് പറഞ്ഞു. ആ രീതിയിൽ നമ്മൾ വളർത്തണം. അങ്ങനെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും വേറൊരാൾക്ക് അതേ സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവര് കെയർ ചെയ്യും. ആ ഒരു കൾച്ചറിൽ വളർത്തിയെടുക്കണം ആക്ച്വലി. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഈവൻ വീടുകളിലൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ആര് വന്നാലും നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ അവരെ ബഹുമാനിക്കുകയായിരുന്നു. ഇപ്പൊ എടുത്തൊരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും മൊബൈലിലായിരിക്കും ഇരിക്കുന്നത്, ആര് വന്നാലും മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അങ്ങനത്തെ വീടുകൾ നമ്മൾ പലപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. ആരാണ് വരുന്നത്? മിക്കവാറും എൽഡർലി ആളുകളായിരിക്കും വരുന്നത്. അപ്പൊ അവര് വരുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് ഹൗ ആർ യു അങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ഫീൽ ഹാപ്പി, നോ? അപ്പൊ നമ്മളുടെ മനസ്സിൽ ആ പോസിറ്റീവ് എനർജി വരും, ആ ഹാപ്പിനെസ് വരും. അത് അവിടെ പ്രകാശിക്കും, അവരിലേക്ക് വ്യാപിക്കും. അങ്ങനെയാണ് ആക്ച്വലി അവർക്ക് ആ നന്മ കിട്ടുന്നത്. ഈ ഡിവോഴ്സ് സർവീസിന്റെ പ്രോഗ്രസ് എങ്ങനെയാന്ന് പറയുമോ? നമ്മുടെ ജഗസാക്ഷി പ്രഭു പറഞ്ഞതാണ് ഒരിക്കൽ. അപ്പൊ ഡിവോഴ്സ് സർവീസിന്റെ പ്രോഗ്രസ് ആക്ച്വലി നമ്മളിലല്ല. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പ്രോഗ്രസ് ആക്ച്വലി വേറൊരാളുടെ, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ശിക്ഷാ ഗുരുവിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ ഹൃദയത്തിലാണ്. അപ്പൊ നമ്മളുടെ ആക്ടിവിറ്റീസ് കൊണ്ട് ഗുരുവിന്റെ ഹൃദയം നിറയുകയാണ്, സന്തോഷം കൊണ്ട് നിറയുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് പ്രോഗ്രസ് ആവാൻ പറ്റും. ഹി ഷുഡ് ബി ഹാപ്പി, ദെൻ യു ക്യാൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ പ്രോഗ്രസ്, ഡിവോഷണൽ സർവീസിന്റെ പ്രോഗ്രസ് നമ്മുടെ ഗുരുവിന്റെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ആ ഗുരുവിന്റെ ഹൃദയം സന്തോഷിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾക്ക് സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ സീക്രട്ട്. അപ്പൊ വേറൊരാളാണ് ആക്ച്വലി നമ്മളുടെ ഡിവോഴ്സ് സർവീസിന്റെ താക്കോല് അവരുടെ അടുത്താണ്. വി ഹാവ് ടു പ്ലീസ് ഗുരു ആൻഡ് കൃഷ്ണ. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭയും ശക്തിയും നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഇപ്പൊ ശക്തി നഷ്ടപ്പെട്ടു, ഇനി അദ്ദേഹത്തിന് ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിനെ പുറത്തേക്ക് വിട്ടു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, കട്ടിംഗ് ദ ഹെയർ ഫ്രം ഹിസ് ഹെഡ്, ഡിപ്രൈവിംഗ് ഫ്രം him from the wealth and driving him from his residence are prescribed punishments for the relative of a brahmana. There is no injection for healing the body. അപ്പൊ അതായത് ബ്രാഹ്മണനെ
കൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കൊല്ലുന്നതിന് തുല്യമാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. കട്ടിങ് ദ ഹെയർ ഫ്രം ഹിസ് ഹെഡ്. നമ്മൾ ഇന്നും ഇതേ ശിക്ഷാ രീതികൾക്ക് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ജയിലിലൊക്കെ വിടുന്ന ആളുകാരെയൊക്കെ മുട്ടയടിച്ച് വിടും. പിന്നെ ഡിപ്രൈവിങ് ഹിം ഫ്രം ഹിസ് വെൽത്ത്. നമുക്കറിയാം, ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുക, ബാങ്ക് ബാലൻസ് മരവിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ഡ്രൈവിംഗ് ഹിം ഫ്രം ഹിസ് റെസിഡൻസ്. ജയിലിലായിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അന്നും പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ ഇതായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത ഇത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് മലയാളത്തിൽ നമ്മൾ കേട്ടില്ലേ, അതുപോലെ തന്നെ ജസ്റ്റ് ഡെഡ് ബോഡി പോലെയായി. ഇൻഫാക്ട് അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. Thereafter the sons of Pandu and Draupadi, overwhelmed with grief, performed the proper rituals for the dead bodies of their relatives. അപ്പോ അങ്ങനെ അവരാ ചടങ്ങുകള്, ദുഃഖപൂർണമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഈ 7ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അപ്പൊ 7ാമത്തെ അധ്യായത്തിന്റെ ഒരു ചെറിയ സമ്മറി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്, ജസ്റ്റ് ഒരു ഫ്യൂ പോയിന്റ്സ് നമുക്ക് പറയാം. നിങ്ങളൊക്കെ ഒന്നുകൂടി വായിച്ചു നോക്കണം. ഞാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് ഇടാനുള്ള ഒരു ശ്രമം, കാരണം എന്നാലേ നിങ്ങൾ വായിക്കുള്ളൂ. അത് നോക്കാം, ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ, ഒരു ജസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇടുക, ജസ്റ്റ് 1 വേർഡ് ആൻസർ മാത്രം. അപ്പൊ അത് നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. അപ്പൊ ഈ സമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ വ്യാസദേവന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പഠിക്കുന്നതെല്ലാം കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ ഗുരു, ഭഗവാൻ, ഇതാണ് ഗുരുവിലൂടെ ഭഗവാൻ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ കൺഫ്യൂഷൻ ഉടനെ തീരുമാനം എടുക്കരുത്. ഗുരുവിനെ സമീപിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, അപ്പൊ ഗുരു പറഞ്ഞു തരും. ഇതാണ് അതിന്റെ. അപ്പോ വ്യാസദേവൻ നാരദനോട് ചോദിച്ചപ്പോൾ നാരദന്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. നാരദൻ പറഞ്ഞു ഭാഗവതം എഴുതാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നാരദന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വ്യാസദേവൻ മെഡിറ്റേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഭഗവാനെയാണ് കാണുന്നത്. അപ്പൊ ഭഗവാനെ കാണണമെങ്കിൽ പെർഫെക്റ്റ് വിഷൻ ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് പോസിബിൾ ഓൺലി ബൈ ദ ലിങ്കിങ് പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ്. അപ്പൊ എങ്ങനെയാണ് ശരിയായ കാഴ്ച? ഇത് 4ാമത്തെ ശ്ലോകത്തിലായിരുന്നു. അപ്പൊ ശരിയായ വിഷൻ എങ്ങനെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇസ് ബൈ ദ ലിങ്കിങ് പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. അപ്പൊ പെർഫെക്റ്റ് വിഷൻ, അതായത് ഭഗവാന്റെ ആ കാഴ്ച, അല്ലെങ്കിൽ ഭഗവാനെ കാണണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന പെർഫെക്റ്റ് വിഷൻ കിട്ടുന്നത് ബൈ ദ ലിങ്കിങ് പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ്. ആൻഡ് വൺ ക്യാൻ എൻറ്റർ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ബൈ സച്ച് പെർഫെക്റ്റ് നോളജ്. അപ്പൊ അങ്ങനെ ആ ഡിവോഷണൽ സർവീസിലൂടെ കിട്ടുന്ന ആ നോളജിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്ന പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള പെർഫെക്റ്റ് വിഷൻ കിട്ടുന്നത് ബൈ ഡിവോഷണൽ സർവീസ്. അപ്പൊ ഡിവോഷണൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവോഷണൽ സർവീസ് എന്താണ്? നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഇതാണ് പെർഫെക്റ്റ് ഡിവോഴ്സ് സർവീസിന്റെ പെർഫെക്റ്റ് പാത്ത്. ഡിവോഴ്സ് സർവീസ് തുടങ്ങുന്നത് നമ്മൾ ഭഗവാന്റെ വിശ്വാസം, ആ പ്യൂരിഫിക്കേഷൻ വരുന്നാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ജസ്റ്റ് ചാൻറ്റ് ചെയ്യുക. 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു പല ആളുകളും 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യുന്ന ആളുകള് പലരും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഭഗവാന്റെ ആൾട്ടർ സ്ഥാപിക്കണം, ഒരു ഭഗവാന്റെ ഒരു ആരാധന സ്ഥലം വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ അത്ഭുതകരമാണ്. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീട്ടില് ഞങ്ങള് ഈ അമ്പലം സ്ഥാപിച്ചത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ഞങ്ങളൊക്കെ 16 മാല അത്ര സിൻസിയർ ആയിട്ട് ആയിരുന്നിരിക്കില്ല ജപിച്ചത്. അപ്പൊ വളരെ സിൻസിയർ ആയിട്ട് ജപിക്കുന്ന ആളുകളെല്ലാവർക്കും ഉടൻ തന്നെ ആ ഗൈഡൻസ് കിട്ടും. കാരണം ഭഗവാൻ ഹൃദയത്തിനുള്ളിലുണ്ട്. അപ്പോ പെട്ടെന്ന് തന്നെ ആ ഗൈഡൻസ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഭഗവാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്യൂരിഫൈ ആവും. ആ ഗൈഡൻസ് കിട്ടുന്നത് നമ്മൾ ഈ ഡിവോഴ്സ് ലിങ്കിങ് പ്രോസസ് ബൈ ഡിവോഴ്സ് സർവീസ് ആണ്. ആ ചാൻറ്റിങ് ആണ്. ചാൻറ്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചാൻറ്റിങ്ങിലാണ് ആക്ച്വലി നമ്മളുടെ കംപ്ലീറ്റ് പ്യൂരിറ്റി വരുന്നത്. അപ്പോഴാണ് നമുക്ക് ആ നോളജ്. ചാൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇരുട്ട് നിറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് ലൈറ്റ് തെളിയിക്കുന്ന പരിപാടിയാണത്. ജസ്റ്റ് നമുക്ക് വഴി കാണിച്ചു തരും. വേറെ ഒന്നും വായിക്കണ്ട. ഈ ശാസ്ത്രങ്ങളൊന്നും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല.
ചാൻഡ് ചെയ്താൽ മതി. എല്ലാ ശാസ്ത്രങ്ങളും ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ തരും. ആ ശാസ്ത്രത്തിന്റെ അൾട്ടിമേറ്റ് പ്രൂഫാണല്ലോ നമ്മുടെ വീട്ടിൽ ഭഗവാന് ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൊടുക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഒബ്സർവ് ചെയ്തത് പല പുതിയ ആളുകളാണ്. എല്ലാ വീടുകളിലും ഞാൻ കണ്ടത് വളരെ പരിമിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വീടുകളിലെല്ലാം വളരെ പരിമിതമായ സ്ഥലമുള്ളൂ. പക്ഷെ അവരുടെ ഹൃദയത്തില് വളരെ വിശാലമായ സ്ഥലമുണ്ട്. ഞാൻ കണ്ടത് അതാണ്. അവരുടെ ഹൃദയത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടിലും അവര് ഭഗവാന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥലം കണ്ടെത്താൻ കഴിയും. ആ ഹൃദയ വിശാലതയാണ് ഞാൻ കാണുന്നത്. കാരണം അവരുടെ ഹൃദയത്തിൽ അത്രയധികം ഭഗവാനുള്ള സ്നേഹവും ആ ആദരവും ഭഗവാനോടുള്ള ആ ഒരു ബഹുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ വിചാരിച്ചു അവരുടെ വീട്ടില് ഭഗവാൻ ഒരു സ്ഥലം കൊടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ പരിമിതമായിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യത്തില് അവർ ഭഗവാന് വേണ്ടിയിട്ട് ഒരു റോയൽ സിംഹാസനമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ വീടുകളിലും. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ അവരുടെ വീടിന്റെ നായകൻ ഭഗവാൻ കൃഷ്ണനാണ് ആക്ച്വലി. അപ്പോ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അവരുടെ ഇതുണ്ട്. കാരണം ഇതൊക്കെ ആ ചാൻഡിങ്ങിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പോൾ 16 റൗണ്ട്സ് ചാൻഡ് ചെയ്യാം. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഞാനൊരു പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഇരിക്കുന്ന രാജിമാതാജിനെ ക്ലാസ്സിൽ പലരോട് ചോദിച്ചു, പുതിയ ആളെ നമ്മൾ ഭാഗവതം ക്ലാസ്സിൽ ഇരുത്തുകയോ? അത് ഭയങ്കര, നമ്മൾ അങ്ങനെ ഒരു പരിചയമില്ല നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആള് സാധാരണ നമ്മൾ ഭാഗവതം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ ആക്ച്വലി 16 റൗണ്ട്സ് ആയിരുന്നു. പിന്നെ നമ്മൾ APN ചക്ര തുടങ്ങിയപ്പോൾ ആരും 16 റൗണ്ട്സ് ഇല്ല, കുറച്ച് പേരുള്ളൂ. അപ്പൊ അതുകൊണ്ട് 8 റൗണ്ട്സ് ആക്കി ചുരുക്കി നമ്മളുടെ സങ്കീർത്തൻ പ്രഭുവിന്റെ കൃപ കൊണ്ട്. അപ്പൊ പുതിയ ആളെ എങ്ങനെ ഭാഗവതം ക്ലാസ്സിൽ ഇരുത്താൻ ഞാനും വിചാരിച്ചു, ശരിയാണ് ആൾക്കാരങ്ങനെ ചോദിക്കുന്നു. ബട്ട് ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാജി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉള്ളിൽ 16 റൗണ്ട്സ് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. അത് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഞാനത് പറഞ്ഞില്ല 16 റൗണ്ട്സ് വേണമെന്നോ ഈ നിയമങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. മാതാജി 16 റൗണ്ട്സ് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി അച്ചീവ് ആയി. അപ്പൊ ഇതാണ് ഭഗവാൻ ഗൈഡ് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ഭാഗവതം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. കാരണം ഓൾറെഡി 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മള് ഭഗവാനെ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു. മാതാജി ഓൾറെഡി ആസ്പയറിംഗ് ഫോം ഫില്ല് ചെയ്ത് തന്നു എനിക്ക്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. ഇതാണ് അത് ഭഗവാന്റെ ഗൈഡൻസ് ആണ് ആക്ച്വലി. ഭഗവാനാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രൂഫ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഡിവോഴ്സ് സർവീസിലെ എനിക്ക് കിട്ടുന്ന ആ റിയലൈസേഷൻസ് ആണ് ഇതൊക്കെ. എങ്ങനെയാണ് ഭഗവാൻ ഒരു ഡിവോട്ടിയെ ഗൈഡ് ചെയ്യുന്നത്? നമ്മളൊക്കെ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം, ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ്. അപ്പൊ അതാണ് ഭഗവാന്റെ ഗൈഡൻസ്. അപ്പൊ ആ ഭഗവാന്റെ ഗൈഡൻസ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വരണം. അതിന് ഭഗവാനെ വർഷിപ്പ് ചെയ്യാനായിട്ടുള്ള, ഭഗവാനെ ആരാധിക്കാനാണ്. ഇപ്പൊ എല്ലാവരും പറയും, വളരെ വലിയ ഫിലോസഫി ഒക്കെ പറയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഭഗവാൻ എത്രമാത്രം സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവർ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, എത്രമാത്രം സമയം ഭഗവാന് വേണ്ടി കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ചുരുക്കം സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ കഥയില്ല. ഈ ഫിലോസഫി അല്ലെങ്കിൽ വേദാസ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ വീട്ടില്, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഒരു നല്ല സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വേദാസ് പഠിച്ചിട്ട് എന്താ കാര്യം? പ്രഭുപാദർ അതുകൊണ്ടാണ് പറയുന്നത്. പ്രഭുപാദരുടെ പർപ്പസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേദജ്ഞനായി. പ്രഭുപാദർ അത്രയ്ക്ക് ഇതായിരിക്കണം. പ്രഭുപാദർ എഴുതി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഭൗതിക ലോകത്തിന്റെ ആകർഷണത്തിൽ നിന്ന് മുക്തനായാൽ മാത്രമാണ് അയാൾ ഒരു വേദജ്ഞനാവുള്ളൂ. വേദം പഠിച്ചാൽ, ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഭൗതിക ജീവിതത്തിന്റെ ആകർഷണത്തിൽ നിന്ന് മുക്തനായില്ലെങ്കിൽ നോ യൂസ്. സംസ്കൃതമൊക്കെ നന്നായിട്ട് പഠിച്ച് ഈ ശ്ലോകങ്ങളെല്ലാം പടപടയെന്ന് ചൊല്ലിയിട്ടൊന്നും ഒരു കഥയില്ല. ഈ ഭൗതിക ലോകത്തിൽ അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫിലോസഫി പഠിക്കുന്നുണ്ട്, ഒരുപാട് ജ്ഞാനം കിട്ടിയിട്ട് അത് വിജ്ഞാനമായിട്ട് പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചില്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ്? നോ യൂസ്. അതാണ് നമ്മൾ. അപ്പൊ അത് പ്രാക്ടിക്കൽ നോളജ് ആണ്. അതാണ് വിജ്ഞാനം എന്ന് പറഞ്ഞത്. പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ ഡിവോഴ്സ് സർവീസ്. തിയറി അല്ല, പ്രാക്ടിക്കൽ. ഇതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ദിസ് ഈസ് പ്രാക്ടിക്കൽ. യെസ്, ഐ വാണ്ട് ടു സെർവ് ലോഡ് എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി തരിക. സോ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് പറയുന്ന ഇതാണ്, പെർഫെക്റ്റ് വിഷൻ ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് പോസിബിൾ ഓൺലി ബൈ ദ ലിങ്കിങ് പ്രോസസ് ഓഫ് ഡിവോഴ്സ് സർവീസ്. അതായത് ഭഗവാനെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഭഗവാനെ കാണുന്നതാണ്. തീർച്ചയായിട്ടും ഭഗവാനെ കാണാൻ സാധിക്കും ഈ ഡിവോഷൻ സർവീസിലൂടെ, നാമജപത്തിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. പിന്നെ 5ാമത്തെ ശ്ലോകത്തില് ദ റൂട്ട് കോസ് ഓഫ് സഫറിങ്. ഇപ്പൊ എന്താണ് സഫറിങ്ങിന്റെ റൂട്ട് കോസ് എന്ന് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബൈ ദ മെറ്റീരിയൽസ് ലിവിംഗ് ബീയിങ് ഈസ് പോയിന്റഡ് ഔട്ട് വിത്ത് ദ റെമഡിയൽ മെഷേഴ്സ് വിച്ച് ആർ to be undertaken and also be ultimate perfection. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സഫറിങ് വരുന്നതെന്നുള്ളത്? സഫറിങ് വരാനുള്ള കാരണം പറയുന്നത് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ എനർജി. അതായത് ഭഗവാന് 2 എനർജി ഉണ്ട്, ഇന്റേണൽ എനർജി ആൻഡ് എക്സ്റ്റേണൽ എനർജി. എക്സ്റ്റേണൽ എനർജിയാണ് ഈ ഭൗതികമായിട്ടുള്ള വേൾഡ്, ഭൗതിക
ജീവിതത്തിലെ ചെയ്യുന്ന ഭൗതിക ആക്ടിവിറ്റീസ്. അപ്പൊ അങ്ങനെ ഈ ജീവികളെല്ലാവരും, നമ്മളെല്ലാവരും ആത്മാവാണ്, ഇന്റേണൽ എനർജിയാണ് നമ്മൾ ആക്ച്വലി ഭഗവാന്റെ. പക്ഷേ ഈ ഭൗതിക ജീവിതവുമായിട്ട്, ഈ ഭൗതിക ലോകവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഭൗതികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സഫറിങ് വരുന്നത്, ഭൗതികമായ ആക്ടിവിറ്റീസ് കൊണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭൗതികമായിട്ടുള്ള ഒരാളാണ്. ഐ ആം ദിസ് ബോഡി, ഭൗതിക ശരീരമാണല്ലോ. അപ്പൊ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുക. അപ്പൊ ശരീരത്തിന് വേണ്ടി, ശരീരത്തെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് ആക്ച്വലി നമ്മളെ ഈ ഭൗതിക ലോകത്തില് നമ്മളെ ബൈൻഡ് ചെയ്യിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ആ 5-ാമത്തെ ശ്ലോകത്തില് പഠിച്ചത്. നമ്മൾ എങ്ങനെയാണ്, എന്താണ് നമ്മുടെ കഷ്ടതകൾക്ക് കാരണം. കാരണം നമ്മൾ ഭൗതിക ശരീരമാണെന്ന്, നമ്മൾ ആക്ച്വലി ഭൗതിക ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അപ്പൊ ആത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ച് ശരീരത്തെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സോ വി വിൽ ബി ബൈൻഡ് in this material world and we will suffer according to that, according to our activities, material activities. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. പിന്നെ നമ്മൾ പോയപ്പോ എങ്ങനെയാണ് ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, this miseries can be mitigated by the linking process of divorce service, ആദ്യം പറഞ്ഞു. ആൻഡ് അതുകൊണ്ട് എന്തിനാണ് ലിങ്കിങ് പ്രോസസ് ഓഫ് ഡിവോഴ്സ് സർവീസ് കൊണ്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ വ്യാസദേവന് മനസ്സിലായി ഈ ഡിവോഴ്സ് സർവീസ് കൊണ്ട് മാത്രമാണ് ആളുകളുടെ ഭൗതികമായ അവസ്ഥയിൽ നിന്ന്, അവരുടെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് വ്യാസദേവന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? ആ ലിങ്കിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വേദിക് ലിറ്ററേച്ചർ എഴുതിയത്. അപ്പൊ വേദിക് ലിറ്ററേച്ചർ, ഹി കമ്പൈൽഡ് വേദിക് ലിറ്ററേച്ചർ, ശ്രീമദ് ഭാഗവതം, പുരാണാസ് എല്ലാം എഴുതിയത് അതുകൊണ്ടാണ്. കാരണം ആളുകളെ ഈ സഫറിങ്ങിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ബി, വെൻ വി ആർ കണക്റ്റഡ് ടു ഭഗവത്ഗീത ഓർ ഭാഗവതം, വി ആർ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് വിത്ത് ദ സുപ്രീം ലോർഡ്. ദെൻ സുപ്രീം ലോർഡ് ഈസ് സ്പിരിച്വൽ, സോ വി വിൽ ബി ഗ്രാജുവലി എലിവേറ്റഡ് ടു ദ സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞ വ്യാസദേവ് ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ നമുക്ക് തന്നത്. പിന്നെ ഭാഗവതം ശ്രവിച്ചാലുള്ള അതിന്റെ ഫലശ്രുതിയെ കുറിച്ചാണ് പറഞ്ഞത്. ശോകമോഹ ഭയാവഹ എന്ന് പറയുന്നത്, അതായത് ശോകമോഹ ഭയം, അതായത് ലമന്റേഷൻ, ഇല്യൂഷൻ ആൻഡ് ഫിയർഫുൾനെസ്. ശോകം, ലമന്റേഷൻ; മോഹം, ഇല്യൂഷൻ; ഭയം, ഫിയർഫുൾനെസ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും സിംപ്ലി ബൈ ഗിവിംഗ് ഓറൽ റിസെപ്ഷൻ ടു ദ വേദിക് ലിറ്ററേച്ചർ. അതായത് ഈ ഭാഗവതം നമ്മൾ ജസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഫീലിംഗ് ഫോർ ലവിംഗ് ഡിവോഴ്സ് സർവീസ് ടു ലോർഡ് കൃഷ്ണ വിൽ സ്പ്രൗട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തില് ഭഗവാനോടുള്ള സ്നേഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഭാഗവതം കേട്ടാൽ മതി. പിന്നെ എന്താണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടും. എന്താണ്? ശോകമോഹ ഭയാവഹ, ശോകമോഹം, ഇല്യൂഷൻ, ലമന്റേഷൻ, ആൻഡ് വി വിൽ എക്സ്റ്റിങ്ക്യൂഷ് ദ ഫയർ ഓഫ് ലമന്റേഷൻ, ഇല്യൂഷൻ ആൻഡ് ഫിയർഫുൾനെസ്. ഇതാണ് നമുക്ക് ഈ ഭാഗവതം ശ്രവണം കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അത് ഡിസഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ് തന്നെയാണ്. അഡ്വാൻറ്റേജസ്, കാരണം നമ്മൾ ഈ ശോകമോഹ ഭയത്തിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ സുഖദേവ് ഗോസ്വാമി ഓൾറെഡി ലിബറേറ്റഡ് സോൾ ആണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ ശ്രീമദ് ഭാഗവതം വീണ്ടും കേട്ടതെന്നാണ് ആൾക്ക് സംശയം വന്നത്, സന്യാസിമാർക്ക് സംശയം വന്നത്. അപ്പൊ അതായത് ഈ ശ്രീമദ് ഭാഗവതം ഈവൻ ആത്മരാമാസിനെ വരെ, അതായത് ലിബറേറ്റഡ് സോൾസിനെ വരെ അട്രാക്ട് ചെയ്യും. അത്രയ്ക്ക് പവർഫുൾ ആണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് സുഖദേവ് ഗോസ്വാമി, ഈവൻ ഈസ് എ ലിബറേറ്റഡ് സോൾ, ഈസ് ഓൾസോ അട്രാക്റ്റഡ് ടു ശ്രീമദ് ഭാഗവതം ആൻഡ് ഹി റിസൈറ്റിംഗ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ വരെ അട്രാക്ട് ചെയ്തു. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിനെ അട്രാക്ട് ചെയ്തത്. ഈവൻ അദ്ദേഹം ലിബറേറ്റഡ് സോളാണ്, ജനിക്കുമ്പോഴേ തന്നെ ലിബറേറ്റഡ് ആയിട്ട് വരുന്ന ആളാണ് സുഖദേവ് ഗോസ്വാമി. അപ്പൊ അങ്ങനെ പിന്നെ ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത് കുരുക്ഷേത്ര വാറിന് ശേഷം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അശ്വത്ഥമാവിന്റെ ഈ ആക്ടിവിറ്റി, പരീക്ഷത്തിന്റെ കഥ വെച്ചിട്ടാണ് ആക്ച്വലി ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെനാരിയോ ആണ് ഇവിടെ. അശ്വത്ഥമാവിന്റെ ഈ ദുഷ്പ്രവൃത്തി, ആക്ച്വലി ദ്രൗപദി അല്ലെങ്കിൽ ദ്രൗപദിയുടെ മക്കളെ കൊല്ലുന്ന. അങ്ങനെ പിന്നെ അശ്വത്ഥാമാവിനെ, അപ്പൊ അർജുനൻ ഉടനെ തന്നെ ഇത് ദ്രൗപദിയുടെ ദുഃഖം കണ്ടിട്ട് അർജുനൻ ശപഥം എടുക്കും, അശ്വത്ഥാമാവിനെ വധിക്കുന്നുള്ള ശപഥം എടുത്തിട്ട് അശ്വത്ഥാമാവിനെ തേടി പോകുന്നു. അശ്വത്ഥാമാവ് പേടിച്ചോടുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. അപ്പൊ ഇവിടെയാണ് അടുത്ത നമ്മുടെ ലേണിംഗ് പോയിന്റ്.
അതായത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പല പല പ്രശ്നങ്ങളാണ് ഈ ബ്രഹ്മാസ്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് നമുക്ക് യാതൊരു ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂക്ലിയർ വെപ്പണാണ്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ ഇല്ല. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ന്യൂക്ലിയർ വെപ്പൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടതാണ്. ഹിരോഷിമ നാഗസാക്കിയിലെ കണ്ടാണ്. ന്യൂക്ലിയർ വെപ്പൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ആളുകൾ സഫർ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണിത്. ഈ ബ്രഹ്മാസ്ത്രം വന്നു, ന്യൂക്ലിയർ വെപ്പണാണ്. അർജുനൻ അറിയാം ഒന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് അർജുനൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ എന്താണ്, നമുക്ക് ഒരു നിവൃത്തിയില്ല, നമുക്ക് അറിയില്ല, സിറ്റുവേഷൻ നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അർജുന പ്രൈസ് ടു കൃഷ്ണ. അപ്പൊ ആദ്യം അർജുനൻ ഭഗവാനോടുള്ള 22ാമത്തെ ശ്ലോകം തൊട്ട് 25 വരെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇത്. അയ്യോ ഭഗവാനെ, ഇപ്പൊ ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നേരെ സാഷ്ടാംഗം പ്രണമിക്കുക, പ്രാർത്ഥിക്കുക, ഫിനിഷ്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നം സോൾവ് ആവും. അപ്പൊ അങ്ങനെ ഇവിടെ പ്രശ്നം സോൾവ് ആയി. അർജുനൻ ചോദിക്കുകയാണ്, ഓ ലോർഡ് ഓഫ് ലോർഡ്സ്, ഹൗ ഈസ് ഇറ്റ് ദാറ്റ് ദിസ് ഡേഞ്ചറസ് എഫുൾജൻ ഈസ് സ്പ്രെഡിങ് ഓൾ അറൗണ്ട്? വേർ ഡസ് ഇറ്റ് കം ഫ്രം? ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭഗവാനെ. ഇത്രയും വലിയ ഒരു പ്രഭ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എല്ലായിടത്തും വ്യാപിക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഭഗവാൻ അഡ്വൈസ് കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ അഡ്വൈസ് പ്രകാരം അർജുനൻ എന്ത് ചെയ്യുന്നു? ദ സീയിങ് ദ ഡിസ്റ്റർബൻസ് ഓഫ് ദ ജനറൽ പോപ്പുലസ് ആൻഡ് ദ ഇമ്മിനന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ പ്ലാനറ്റ്സ്, അർജുന അറ്റ് വൺസ് റിട്രാക്റ്റഡ് ബോത്ത് ബ്രഹ്മാസ്ത്ര വെപ്പൺസ് ആസ് ലോർഡ് കൃഷ്ണ ഡിസൈർഡ്. ഭഗവാന്റെ ആഗ്രഹപ്രകാരം അർജുനൻ ഒരു കൗണ്ടർ ബ്രഹ്മാസ്ത്ര കൊടുത്തിട്ട് രണ്ടിനെയും റിട്രാക്ട് ചെയ്യാൻ സാധിച്ചു. അത് ഭഗവാന്റെ വിഷയമായിരുന്നു. അങ്ങനെ ഈ അശ്വത്ഥാമാവിനെ പിടിച്ച് കെട്ടിയിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഭഗവാൻ ഈ അശ്വത്ഥാമാവിനെ കൊല്ലണം എന്ന് പറയാനായിട്ട് കുറെ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. 35 to 39 ദ റീസൺസ്. ഭഗവാൻ പറയുന്ന കാരണങ്ങൾ, ഇദ്ദേഹം ബ്രഹ്മബന്ധുവാണ്, പക്ഷെ ഇദ്ദേഹം ഹീനിയസ് ആക്ട് ചെയ്തു, ഇവര് ആയുധങ്ങളില്ലാതെ കിടന്നപ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട് അശ്വത്ഥാമാവിനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദ്രൗപദിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ദ്രൗപദി ഇദ്ദേഹത്തിന് റിലീസ് ചെയ്യാൻ പറയും. 43 to 48 ദ്രൗപദി പറയും ഇത് ബ്രഹ്മബന്ധുവാണ്, പക്ഷെ ബ്രഹ്മബന്ധുവാണെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനാണ്, ഗുരുവിന്റെ പുത്രനാണ്, ഈവൻ ഗുരു തന്നെയാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിന് ഗുരുനിന്ദയാണ്, ബ്രാഹ്മണ ഹത്യയാണ്. പിന്നെ കൃപിക്ക് വിഷമം വരും, ഞാനിപ്പോ ഓൾറെഡി മക്കളില്ലാത്തതുകൊണ്ട് വിഷമിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫാമിലിയെ, ഒരു ബ്രാഹ്മണനെ കൊന്നു കഴിയുമ്പോഴത്തേക്കും ഫാമിലി ഡൈനാസ്റ്റിക്ക് ആക്ച്വലി നാശം വരും. ഇങ്ങനെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അർജുനാകെ കൺഫ്യൂഷനായി. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ദ്രൗപദി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള ആളുകൾ, ഈവൻ ഭഗവാനും അതിനോട് യോജിക്കും. യുധിഷ്ഠിരൻ യോജിക്കും, നകുല സഹദേവൻ യോജിക്കും, ഭഗവാൻ യോജിക്കും, യെസ് അദ്ദേഹത്തിനെ കൊല്ലാൻ പാടില്ല. പക്ഷെ ഭീമൻ എതിർക്കും. ഇദ്ദേഹം ഹീനിയസ് ആക്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഭീമൻ എതിർക്കും. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ അർജുനൻ ആകെ പെർപ്ലക്സ്ഡ് കണ്ടീഷനിൽ അർജുനോട് ഭഗവാൻ പറയാണ്, നീ കൊല്ലണം, പക്ഷെ നീ എന്നെയും ഭീമനെയും ഞങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭഗവാൻ ചിരിക്കുകയാണ് ചെയ്തത്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഭഗവാൻ ചിരിക്കുമ്പോഴത്തേക്കും അറിയാം സംതിങ് ഈസ് ദയർ. ഭഗവാന്റെ ചിരി നമുക്ക് കാണാൻ സാധിക്കും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അർജുനൻ ഈ ഒരു ഡിസിഷൻ എടുത്തു. അങ്ങനെയാണ് അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ അദ്ദേഹം പുറത്തു കടന്നു. അദ്ദേഹം അശ്വത്ഥാമാവിന്റെ ഈ ഹെയർ ആൻഡ് മണി, ആ ജ്വൽ കട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കൊന്നു, അല്ലെങ്കിൽ കൊന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി ചേർത്ത് തീർത്തു. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ജസ്റ്റ് സമ്മറി. നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലെ കൂടുതൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഡിവോഴ്സ് സർവീസിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ലൈഫിന് എങ്ങനെയാണ് ഡിവോഴ്സ് സർവീസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മെറ്റീരിയൽ വേൾഡിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രഭുപാദർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും.